ചർമ്മത്തിലും വിയർപ്പിലും വളർച്ചയിലുമുള്ള ഈ വ്യത്യാസങ്ങളെല്ലാം ഈ പെൺകുട്ടിയിൽ 2 3 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ വലിയൊരു മാറ്റത്തിന്റെ ബാഹ്യമായ അടയാളങ്ങളാണ്. ഒരു പെൺകുട്ടി തന്റെ വളർച്ചയുടെ ഘട്ടങ്ങൾ ആരംഭിക്കുന്നത് തന്റെ തലച്ചോറിന്റെ താഴെയുള്ള പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ ഇടപെടലിലൂടെയാണ്. ഈ ഗ്രന്ഥി പെൺകുട്ടിയുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വളർച്ചയ്ക്കായുള്ള സിഗ്നലുകൾ നൽകുന്നു. തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളും രക്തക്കുഴലുകളും ഈ സിഗ്നലുകളെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു. അതോടൊപ്പം ഈ ഗ്രന്ഥികൾ പെൺകുട്ടിയുടെ പ്രത്യുൽപാദന അവയവത്തിലേക്ക് ഒരു പ്രത്യേക ഹോർമോൺ അയക്കുന്നു. പ്രത്യുൽപാദന അവയവവും വളരുമ്പോൾ അത് മറ്റു ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ഹോർമോണുകളാണ് അടുത്ത വർഷങ്ങളിൽ ശരീരത്തിലെ മറ്റു മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. മാറിടം വളരുന്നു. പ്യൂബിക് ഭാഗങ്ങളിലും കക്ഷത്തിലും രോമങ്ങൾ വളരുന്നു. തുടയുടെ ഭാഗങ്ങൾ വളരുന്നു. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം സംഭവിക്കുന്നത് തങ്ങളുടെ പ്രത്യുൽപാദന അവയവങ്ങളിലാണ്. ലേബിയ, ഹൈമൻ, വജൈനയുടെ തുടക്കഭാഗത്തുള്ള ടിഷ്യൂ, കൂടാതെ ക്ലിറ്റോറിസ് എന്ന മൃദുപ്രകൃതിയായ അവയവവും. ഇത് മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം പുറത്തുവരുന്ന ഭാഗമാണ്. മൂത്രം പുറത്തുപോകുന്ന കുഴൽ ഇവിടെയാണെങ്കിലും ഇത് പ്രത്യുൽപാദന അവയവത്തിന്റെ ഭാഗമല്ല. വജൈന അഥവാ യോനി ഭാഗമാണ് ഈ പ്രത്യുൽപാദന അവയവത്തിലേക്കുള്ള വാതിൽ. ഇത് യൂട്രസ് അഥവാ ഗർഭപാത്രം. അവിടെ നിന്ന് ഇത് ഫലോപ്പിയൻ ട്യൂബുകളിലേക്കും അവിടുന്ന് അണ്ഡാശയത്തിലേക്കും നീളുന്നു. ശരീരത്തിലെ മറ്റു ഭാഗങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം ഈ ഹോർമോണുകൾ അണ്ഡാശയത്തിലും മാറ്റങ്ങളുണ്ടാക്കുന്നു. അതവിടെ ആയിരക്കണക്കിന് അണ്ഡങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ ഒരണ്ഡം അണ്ഡാശയം പുറത്തുവിടുന്നു. അടുത്ത ദിവസങ്ങളിൽ ഇത് ഫലോപ്പിയൻ ട്യൂബിലൂടെ യാത്ര ചെയ്ത് ഗർഭാശയത്തിലെത്തുന്നു. ഇതിനിടയിൽ ഗർഭപാത്രത്തിന്റെ ഭിത്തികൾ ഈ അണ്ഡത്തെ സ്വീകരിക്കാനായി ഒരുങ്ങുന്നു. ഭിത്തികൾ കട്ടിവെക്കുകയും രക്തചംക്രമണം കൂടുകയും ചെയ്യുന്നു. ബീജസങ്കലനം നടന്നില്ലെങ്കിൽ ഈ അണ്ഡം ഗർഭാശയ ഭിത്തിയുടെ ഭാഗങ്ങളോടും രക്തത്തോടും കൂടി ശരീരത്തിൽ നിന്ന് പുറത്തുവരുന്നു. ഇതിനെയാണ് മെൻസസ് അഥവാ പീരീഡ്സ് എന്ന് പറയുന്നത്. ഇത് അണ്ഡം ഗർഭാശയത്തിലെത്തി 15 ദിവസത്തിനിടയിലാണ് സംഭവിക്കുക. സാധാരണഗതിയിൽ 3 ദിവസം മുതൽ ഒരാഴ്ച വരെയാണ് ഇതുണ്ടാവുക. പീരീഡ്സ് എല്ലാ 4 ആഴ്ച കൂടുമ്പോഴും സംഭവിക്കും. എന്നാൽ ആദ്യ 2 3 വർഷങ്ങളിൽ ഇത് കൃത്യതയോടെ സംഭവിച്ചു കൊള്ളണമെന്നില്ല. പിന്നീട് 5 4 3 ആഴ്ചകളായുള്ള സൈക്കിളുകൾ നോർമലാണ്. സാധാരണഗതിയിൽ പെൺകുട്ടികൾക്ക് ഈ കാലഘട്ടം വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. എന്നിരുന്നാലും ഈ സമയത്ത് ചില അസ്വസ്ഥതകൾ ഉണ്ടാവുക സ്വാഭാവികമാണ്. നല്ല വ്യായാമവും വിശ്രമവും ഈ അസ്വസ്ഥതകളിൽ കുറവ് വരുത്തും. ഒരണ്ഡം ബീജവുമായി കലർന്നു കഴിയുമ്പോഴാണ് ഒരു കുഞ്ഞ് ജനിക്കുക. അത് എങ്ങനെയെന്ന് ഇനി നോക്കാം. ഇത് ഒരു പുരുഷലിംഗം. ഇതാണ് വൃഷണങ്ങൾ. വൃഷണത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു കുഴൽ ശരീരത്തിനകത്തുകൂടി മൂത്രക്കുഴലിലെത്തുന്നു. അത് പുരുഷലിംഗത്തിലൂടെ പുറത്തെത്തുന്നു. ഓരോ വൃഷണവും കുഴലുകളാൽ നിറഞ്ഞതാണ്.
കുഴലുകളുടെ ഭിത്തികളിൽ ഒരു പ്രത്യേകതരം സെല്ലുണ്ട്. ഒരാൺകുട്ടി യുവാവായി വളരുമ്പോൾ ഈ സെല്ലുകൾ വളർന്ന് പുരുഷ ബീജം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിനെ സ്പേം എന്ന് വിളിക്കുന്നു. ലക്ഷക്കണക്കിന് പുരുഷ ബീജം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഈ ബീജങ്ങൾ അടുത്തുള്ള കോയിൽഡ് ട്യൂബിലൂടെ ശരീരത്തിനകത്തുള്ള ഡക്റ്റിലേക്ക് പ്രവേശിക്കുന്നു. ഈ ബീജത്തോടൊപ്പം അടുത്ത ഗ്രന്ഥിയിലെ ദ്രാവകവും കൂടിച്ചേർന്ന് ശുക്ലം അഥവാ സെമൻ ഉണ്ടാകുന്നു. ഈ സെമൻ പുറത്തു കളയുന്നതിന്റെ ഭാഗമായി പുരുഷലിംഗം രക്തചംക്രമണത്താൽ നിറഞ്ഞ് വലുതാകുന്നു. മസിലുകളുടെ പ്രവർത്തനം മൂലം പുരുഷലിംഗത്തിലൂടെ സെമൻ പുറത്തുവരുന്നു. പുരുഷ ബീജം സ്ത്രീയുടെ യോനിയിൽ നിക്ഷേപിക്കുവാനുള്ള സ്വാഭാവികമായ മാർഗമാണിത്. മൈക്രോസ്കോപ്പിലൂടെയുള്ള ജീവനുള്ള പുരുഷ ബീജത്തിന്റെ കാഴ്ചയാണ് ഇത്. അതിന്റെ നീളമുള്ള വാലുകൾ അനക്കി അത് തനിയെ ചലിക്കുന്നു. സംയോഗത്തിനു ശേഷം പുരുഷബീജം ഗർഭപാത്രത്തിലൂടെ ഫലോപ്പിയൻ ട്യൂബിലെത്തുന്നു. ഒരു ബീജം അണ്ഡവുമായി കൂട്ടിമുട്ടുമ്പോൾ അതിലൊന്ന് അണ്ഡത്തിന്റെ ഭിത്തികൾ തുളച്ച് അകത്തു കയറുന്നു. ഇതാണ് ബീജസങ്കലനം. ഇവിടെ ഒരു പുതിയ ജീവനുണ്ടാകുന്നു. സങ്കലനം നടന്ന അണ്ഡം ഗർഭാശയത്തിലെത്തി അതിന്റെ ഭിത്തിയിൽ സ്വസ്ഥമാകുന്നു. ഒരു കുഞ്ഞിന്റെ വളർച്ച ഇവിടെ ആരംഭിക്കുന്നു. ഇതിനാണ് യഥാർത്ഥത്തിൽ പുരുഷന്റെയും സ്ത്രീയുടെയും പ്രത്യുൽപാദന അവയവങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു പെൺകുട്ടി സ്ത്രീയും അമ്മയുമൊക്കെ ആകുന്നതിനു മുമ്പ് തന്നെ ഈ വളർച്ചയുമായി ഒത്തിരിയേറെ പൊരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. അവളുടെ മാനസിക വികാരങ്ങളും ശാരീരിക മാറ്റങ്ങളും തിരിച്ചറിയണം. ഒരു പുരുഷൻ എന്താണെന്നും എനിക്ക് പുരുഷൻ ആരായിരിക്കണമെന്നും അവൾ അറിയണം. അങ്ങനെ അറിയുമ്പോൾ ഒരു സ്ത്രീയുടെ ജീവിതം ധന്യമാകും. തിരിച്ചറിവോടെയുള്ള കൗമാര കാലഘട്ടം മുന്നിലുള്ള വലിയ വളർച്ചയുടെ ഒരു നാന്ദിയാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും.